ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ട് വെറുതെ ഇരിക്കുന്നതിനും വെറുതെ ഇരുന്ന നേരം കൂട്ടി എന്ന് വെച്ചാൽ ബിജുവാട്ടിന് ഇന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ രാശി വെക്കാനില്ലുണ്ട്. അപ്പോൾ പിന്നെ ചായ ഒന്നും കുടിക്കണ്ട പോകും, അതുകൊണ്ട് അതൊന്നും ആവണ്ട. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നിരുന്ന നേരം കൂട്ടി എൻ്റെ മടിയിലും കിടന്നുറങ്ങി. ഞാൻ വെറുതെ ഫോൺ നോക്കിയിരുന്നു. പെട്ടെന്ന് സമയം നോക്കുമ്പോഴത്തേക്ക് 9 മണി. എൻ്റെ ദൈവേ, അപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിന്ന് പൊന്നിച്ച് പറഞ്ഞ് 10 മണിയാകുമ്പോഴത്തേക്ക് തുമ്പീരെ അംഗൻവാടിയിലും കൊണ്ടാക്കണമല്ലോ. വേഗം എണീച്ചിട്ട് ദോശക്കെല്ലാം അരക്കാൻ നോക്കുമ്പോഴത്തേക്ക് തുമ്പി എണീച്ച് വന്നിട്ട് പറഞ്ഞു അമ്മ എടുക്കുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഇന്നത്തെ പണി മൊത്തം വെള്ളത്തിലായി. നോളം എണീച്ചിട്ട് മൂടി ശരിയിലേക്ക് പിന്നെ കാര്യം മൊത്തം പോക്കാം. പക്ഷേ കുഴപ്പമൊന്നുമില്ലേനും ഒന്ന് പല്ലി ഏൽപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഓളങ്ങ് ആൾ ഉഷാറായി. പിന്നെ ഞാൻ ദോശക്കില്ലതെല്ലാം അരച്ച് ദോശയെല്ലാം അങ്ങ് ആക്കി. കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ മീൻകറി ഉണ്ടായിന്, അതങ്ങ് ചൂടാക്കി എടുത്ത് തുമ്പിനെ കുളിപ്പിച്ച് റെഡിയാക്കി കിങ്ങിണിക്ക് ചായ കൊടുത്ത്. പിന്നെ അപ്പോഴത്തെ തുമ്പി കളിക്കുന്നുണ്ടായിന്. പിന്നെ തുമ്പിനെയും പിടിച്ചെടുത്ത് ഓക്കും ദോശയെല്ലാം കൊടുത്ത് അങ്ങനെ റെഡിയായി നമ്മൾ അംഗൻവാടിയിലേക്ക് വെച്ച് പിടിച്ച്. എനിക്കിന്ന് പേടിയുണ്ടായിരുന്നു തുമ്പിക്ക് അംഗൻവാടി പോകാൻ മടിയുണ്ടാവുമെന്ന്. ഒരാഴ്ചയോളായി പോവാത്ത അംഗൻവാടിയിൽ, വിഷ്വലായിട്ട് ലീവല്ലേനോ, അതുകൊണ്ട് പോവാത്തതുകൊണ്ട് മടിയുണ്ടാവുമെന്ന് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ലേനോ. അംഗൻവാടിയിലെത്തി നമ്മൾ ടാറ്റ പറഞ്ഞിട്ട് ഇങ്ങ് വിട്ട്. ഇപ്പോഴത്തെ വെയിലിന് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനും കിങ്ങിണിയും വരുമ്പോഴത്തേക്ക് സൈഡായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സോഫയിൽ ഫാനിട്ടിരുന്ന് കുറച്ച് സമയം ഇരുന്ന് ക്ഷീണം അങ്ങ് തീർത്ത്. പിന്നെ കിങ്ങിണിക്ക് കോൺഫ്ലേക്സ് ഇട്ടിട്ട് പാല് വേണമെന്ന് പറഞ്ഞിട്ട് ഓളത് കുടിച്ച്. അവൾ കുടിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു പൊതി എനക്കും കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാനും അങ്ങ് കുടിച്ച്. സത്യം പറഞ്ഞാൽ മടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ. രാവിലെ എണീച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചോറും കറിയെല്ലാം ആക്കി വെച്ചാണെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറേ സമയം വെറുതെ ഇരിക്കാനും. ഇതിനിപ്പോൾ ഉച്ചവരെ പണിയായിരിക്കും, ചോറും കറിയും വെക്കലും പാത്രം കഴുകലും എല്ലാം ആയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കൂട്ടാൻ കൊടുക്കാവും, അങ്ങനെ ഒരേ തിരക്കാവും. അപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വെച്ച് മാറ്റി വെക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പം തന്നെ ചെയ്ത് തീർക്കണം.